ഹലോ ഗായ്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ കിട്ടിയവൻ്റെ ഒരു ബെസ്റ്റ് ഒരു ഫ്രണ്ട് ഇന്ന് പോർട്സ്മൗത്തിൽ നിന്ന് വരികയാണ്. അപ്പം പുള്ളി കുറേ നാളിന് ശേഷം നമ്മൾ കാണുവാണ്. അപ്പോൾ പുള്ളീനെ ഇന്ന് നമ്മൾ വെൽക്കം ചെയ്യുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഫുഡ് പരിപാടീസ്, പുള്ളി എന്തിനാണ് ഇവിടെ വരുന്നതെന്നൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കാം. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം, എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ഇന്നൊരു ഫുൾ ഒരു ഡേ ആണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമ്മുടെ വ്ളോഗിനകത്ത് പറയാൻ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ്, ഫുൾ കുക്കിംഗ് അല്ല, കുറച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പം ഇന്നെൻ്റെ കിട്ടിയതിൽ ഓഫാണ്. അപ്പം ഞങ്ങളിപ്പോൾ പുറത്ത് പോയി കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പം സ്പെഷ്യലായിട്ട് എനിക്കൊരു സാധനം കിട്ടി. എൻ്റെ കിട്ടിയത് എനിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങി തന്നതാണ്. നമ്മുടെ മലയാളി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഈ സാധനം ഇങ്ങനെ കിട്ടും. അപ്പം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്വീറ്റിൽ നമ്മുടെ ജിലേബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി അത് എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ, ബീഫ്, കുറേ സാധനങ്ങൾ ഇന്ന് വാങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ട്യൂണ സ്റ്റേക്ക് നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ മീൻകറി, മോരുകറി, ബീട്രൂട്ട് പച്ചടി, പിന്നെന്താ തോരൻ, ബീഫ് അലത്തിയത്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കശിക്ക് ഇത് വരുന്ന ആളുടെ പേര് പോൾ എന്നാണ്. അപ്പം പോളിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് ഓൾറെഡി മെനൂസൊക്കെ തന്നായിരുന്നു. ഞാൻ വരുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിയുടെ ഇഷ്ടപ്രകാരമാണ് ഇന്നത്തെ ഫുൾ നമ്മുടെ മെനു നമ്മൾ ഇന്ന് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കി വീട്ടിലോട്ട് വിശേഷങ്ങളോട്ട് പോവാം. അപ്പോൾ എന്തിനാണ് പോർട്സ്മൗത്തിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഇവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം കാരണം പോർട്സ്മൗത്തിലെ ഡേറ്റ് ഒന്നും കിട്ടാനില്ല. സോ പുള്ളിക്കാരൻ ഇവിടെ നമ്മുടെ ഏരിയയിൽ ബുക്ക് ചെയ്തു. പിന്നെ നമുക്ക് കുറേ നാളായില്ലേ കണ്ടിട്ട്, അപ്പം 2 ദിവസത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഇച്ചയാണെങ്കിൽ അതിനേക്കാട്ടിലും എക്സൈറ്റഡാണ്. കാരണം ഇച്ച കണ്ടിട്ട് ഓൾമോസ്റ്റ് 2 years എങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മെനുവിനെ കുറിച്ചാണ്. അപ്പം ഡെസേർട്ടിന് കസ്റ്റാർഡ് വിത്ത് ഫ്രൂട്ട്സാണ്. പിന്നെ എനിക്ക് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിന് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പവും സ്റ്റൂവും വേണമെന്ന്, ചിക്കൻ സ്റ്റൂ. സോ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kg ചിക്കനാണ്. നമുക്കിവിടെ തൈസായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. നമുക്കിവിടെ ഫുൾ ചിക്കനും കിട്ടും. ഇങ്ങനെ ഓരോ പീസായിട്ട്, എനിക്കൊന്നും ഇവിടെ UK നിൽക്കുന്നവർക്കെല്ലാം അറിയാൻ പറ്റും. ഇവിടെ ഓരോ പീസായിട്ട് നമുക്ക് വാങ്ങിക്കാം. എനിക്ക് സ്റ്റൂവിന് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു തൈസിൻ്റെ പീസാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയത്. സോ ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെയായി. അപ്പോൾ നമുക്ക് ഒരു 1 hour തികച്ചില്ല ആൾ വരാനായി കുക്ക് ചെയ്യാൻ. ഓൾറെഡി ഞാനാണെങ്കിൽ മീൻകറി ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചു. മീൻകറി ഓൾറെഡി ഇവിടെ സെറ്റാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. ചൂടാക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റാണ്. അപ്പം മീൻകറി സെറ്റാണ്. പിന്നെ മോരുകറി, തോരൻ, ബീഫൊക്കെ നമുക്ക് പെട്ടെന്ന് ശറപ്പടിയും തട്ടിക്കൂട്ടാം. അപ്പം നമ്മൾ ഈ ബീട്രൂട്ട് വെച്ചാണ് നമ്മളിത് പച്ചടി ഉണ്ടാക്കാം. നമ്മളിത് ഓൾറെഡി കുക്ക്ഡാണ്, ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. കുക്ക്ഡായതുകൊണ്ട് ജസ്റ്റ് അരപ്പും തൈരൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അതൊക്കെയാണ്. ഇത് ഞാൻ ഓൾറെഡി അപ്പത്തിനുള്ളത് വെള്ളത്തിലേക്ക് വെച്ചേക്കുന്നുള്ളത് ഇനി അരയ്ക്കണം. ഇവിടെ ഞാൻ പച്ചടി സെറ്റാക്കുന്നു. തോരൻ ഏകദേശം റെഡിയായി. ബീഫ് ഞാൻ ഓൾറെഡി വേവിച്ചു. ഇനി ബീഫ് ഒന്ന് വഴറ്റണം. ബീഫ് ഇപ്പോൾ ഇത്രയും ഈ ലെവലായിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റായി. ഇനി നമുക്കൊരു മോരും കൂടെ കച്ചിയാൽ മതി. ഒരു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി സെറ്റായി. നമ്മുടെ കിട്ടിയവൻ പുള്ളിക്കാരനെ വിളിക്കാൻ പോയിക്കാണ്. അപ്പം പുള്ളി ബസ് സ്റ്റേഷനിൽ പോയിക്കുന്നു. അപ്പോൾ ഇത് നല്ല സൂപ്പർ വെതറാണ്. തണുപ്പ് ചെറുതായിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ല വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്കറിയാം, കണ്ടില്ലേ, നമ്മുടെ ബാക്ക് യാർഡാണിത്. ഇതിങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ്. നമുക്ക് ഈ സമ്മർ ടൈമിൽ നമുക്ക് ബാർബിക്യൂ സെറ്റപ്പൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു വെതറാണിന്ന്. നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പം എല്ലാം കൊണ്ട് ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട്. ഗൈസ്, ഇതാണ് ആള്. എന്റെ ചാനലില് വൈറലാവാൻ പോവാ. നിങ്ങൾ എത്ര വർഷത്തിന് ശേഷം കാണുന്നത്? 2 year അല്ലേ? 2 months അല്ല, 2 year ഗൈസ്. നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട്, ലഞ്ചിന്റെ ടൈം ഒന്ന് കഴിഞ്ഞ് ശരിക്കും 3 മണിയായി. അതായത് നമ്മൾ കഴിക്കുകയാണ്. അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ബീഫുണ്ട്, മീനുണ്ട്, തോരനുണ്ട്, പച്ചടിയുണ്ട്, മോരുണ്ട്, അച്ചാറുണ്ട്,
അപ്പൊ കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റാൻ പോവാ. നമ്മള് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ പോവാണ്. എന്തുണ്ട് ഞങ്ങളുടെ മിഡിസ്പ്രേ കുറിച്ച് പറയാൻ? എന്തുണ്ട്? പൊളിയാണ് ഗൈസ്. ആണോ? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയോ? ഫുഡ് പൊളിച്ചു ഗൈസ്. ഹോംലി ഫുഡ്. നമ്മുടെ വണ്ടിയുടെ തേയിലാമ്പ് മാറല്ലേ? അപ്പൊ നമ്മള് ഏത് ആ ഷോപ്പിലാണോ പോകുന്നത്? ഈ ഷോപ്പിലാണ്. നമ്മൾ GSF നോക്കിയാണ് വന്നത് ഗൈസ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാൻഡിന്റെ പല പല സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കടയിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഉടനെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. നമ്മളിപ്പോ പോകാൻ പോകുന്നത് റോസ്ബെറി ടോപ്പിലോട്ടാണ്. അത് ഒരു സൂപ്പർ സ്ഥലമാണ്. അതൊരു പുണ്യ പുരാതന സ്ഥലമാണ്. അതൊന്നും അല്ല, ഒരു മലയാ, ഒരു കുന്നും മലയൊക്കെ കേറി നമുക്ക് സൺസെറ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം ഒരു 2 hour ഉണ്ടാവില്ല സൺസെറ്റിന്. 6 o'clock നല്ലേ സൺസെറ്റ്. അപ്പൊ നമ്മള് മറ്റേ നമ്മുടെ കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വൈബ് ചെക്കൻ. നമ്മള് പറയത്തില്ല, അതാണ് നമ്മുടെ ആള്. ഇതാണ് ഗൈസ്. അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ല ഗൈസ്. അപ്പൊ നമ്മള് റോസ്ബെറി ടോപ്പിലോട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പൊ നമുക്ക് വഴിയേക്കാം. നമ്മള് ഇപ്പം ഓൺ ദി വേ ആണ്. നമുക്ക് ഇനി എത്ര മിനിറ്റും കൂടെ ഉണ്ട്? ഒരു 11 മിനിറ്റും കൂടെ നമുക്കിനി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ട്. അവിടെ നല്ല രസം കാണാനായിട്ട്. അവിടെ നമുക്കൊരു കാടൊക്കെ കയറി വേണം നമുക്ക് ഒരു മലയുടെ മുകളിൽ കയറാനാണ് പരിപാടി. എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ മല കയറുമെന്ന്. അതായത് നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ റോസ്ബെറി ടോപ്പിലാണ്. പക്ഷെ നമ്മൾ ഇവിടെ 2 hours 3.50 എത്രയുണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ രണ്ടുപേർക്ക് താല്പര്യമില്ല. ഒന്ന് ഞാനും ഒന്ന് പോളും താല്പര്യമില്ല ഈ മല കയറാനായിട്ട്. പക്ഷെ എന്റെ കെട്ടിയവന് നല്ല താല്പര്യമുണ്ട്. നമ്മൾ ആ പ്ലാൻ ഉപേക്ഷിച്ചു. തിരിച്ച് നമ്മൾ പോവാണ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പം രാത്രി ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും എല്ലാവർക്കും വിശന്നു. അങ്ങനെ ഇന്ന് KFC കഴിക്കാമെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിൽ നമ്മൾ KFCയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് KFC ഓർഡറൊക്കെ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ. അങ്ങനെ എന്തായാലും തീരുമാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ KFCയിൽ ഫുഡൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ടെസ്റ്റ് ഡേയിലേക്ക് കിടക്കും. നമ്മളിപ്പോൾ ഡേ 2-ലാണ്. നമ്മുടെ പോളിൻ്റെ ഇന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സെൻ്ററിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം രാവിലെ 7:30 ആയിട്ടുള്ളൂ. ഇന്ന് നല്ല സണ്ണി ഓൺ ദി വേ ആണ്. നമ്മൾ ടെസ്റ്റ് നമുക്കൊരു രാവിലെ 8:50 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 8:50 സ്റ്റാർട്ട് ചെയ്ത ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ടെസ്റ്റൊക്കെ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലൊക്കെ ഒന്ന് ഒട്ടിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ടെസ്റ്റ് സെൻ്ററിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ടെസ്റ്റ് പാസ്സായി. ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്? ടെസ്റ്റ് നൈസ് ആയിരുന്നു. സീനൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരിയെ കണ്ടപ്പോൾ വെച്ച് ടഫാണെന്ന് തോന്നിയെങ്കിലും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. കുറെ പ്രാവശ്യം ആ തന്ന റൂട്ടിൽ കൂടെ എല്ലാം കുറെ ഓടിപ്പിച്ചു, കാര്യങ്ങൾ ഇതാക്കി. പാർക്കിംഗ് എന്തൊക്കെ ചോദിച്ചു? പാരലൽ പാർക്കിംഗ് 2-3 വട്ടം ചെയ്യിപ്പിച്ചു. സഡൻ ബ്രേക്ക് ഇടാൻ പറഞ്ഞു. സഡൻ ബ്രേക്ക് ഇടാൻ പറഞ്ഞു. വണ്ടി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് സഡൻ ബ്രേക്ക് ഇട്ടോളാൻ പറഞ്ഞു. ഒറ്റ ചവിട്ടി നിർത്തി.
പിന്നെ പാൽ പാർക്കിൽ കുറെ പ്രാവശ്യം അവരെന്നെ കൊണ്ട് നിർത്തിപ്പിച്ചിട്ട് എന്താ എടുക്കാൻ പറഞ്ഞു. അതായത് കുറെ ഇപ്പൊ വഴി ഒരു 3 or 4 വട്ടം കൊണ്ട് നിർത്തിപ്പിച്ചിട്ട് എടുക്കാൻ പറഞ്ഞു. അതായത് ഇതിലെ സൈഡ് സ്പൈ ചെക്ക് ചെയ്തൊക്കെ എടുക്കാനുള്ളത്. ഒരു വട്ടം മാത്രം എനിക്കൊരു പണി കിട്ടിയേനെ. മറ്റേ 40 പോണ്ട റൂട്ട് കറക്റ്റ് 40-ലായടാ. മറ്റേ ടോക്കിനകത്ത് നോക്കിയപ്പോ 40, ഇതിനകത്തപ്പോ 41, 42 അങ്ങാണ്ടായി. പക്ഷെ ഈ ടോക്കിനകത്ത് നോക്കി 40 പെട്ടെന്ന് ഞാൻ ചവിട്ടി. ഇപ്പോഴത്തെ 38, 37 ഞാൻ പറഞ്ഞില്ല, ലേഡി ആണെങ്കിൽ കുറച്ച് സ്മൂത്ത് ആയിട്ടൊക്കെ പോകണം. അതൊക്കെ നോക്കിയില്ലേ അവര്? അതാ ലാസ്റ്റ് അവര് ടിപ്പ് ഉണ്ടായിരുന്നു. ലേഡീസ് ആണെങ്കിൽ നല്ല നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. അവരെ ഒലക്കിച്ച്. അതെ, അതാ പൊതുവെ ലേഡീസിന് ഇഷ്ടമല്ല. അങ്ങനെ അവരെ ഒലച്ചില്ല, കുലുക്കിയില്ല. ഗൈസ് സീനില്ലായിരുന്നു. 2-3 ഇതുണ്ട്. സെക്കൻഡ് എക്സിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ എടുക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അതൊക്കെ ആദ്യം ടോം ടോം ഇട്ട കുറെ ദൂരം ടോം ടോം ഇട്ടാ പോയി. അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല, സീനില്ലായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു ടഫായിട്ടുള്ള ഒരു ഇതായിട്ട് ചിരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മളോട് സംസാരിച്ച പുള്ളിക്കാരൻ ഭയങ്കര സൂപ്പർ ആയിരുന്നു. 2 പേരുണ്ടായിരുന്നു പോർട്സ്മൗത്തിന്ന് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ചോദിച്ചു ഏജൻസി ത്രൂ ആണ് നിങ്ങൾ ബുക്ക് ചെയ്തത്, ബൈ സെൽഫ് ആണോ എന്നൊക്കെ ചോദിച്ചു. ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടാണ് ഇവിടോട്ട് വന്നേന്ന് ചോദിച്ചു. അവിടുന്ന് സൗത്ത് ആംപ്ടണിൽ നിന്നാണ് ചോദിച്ചത്. അല്ല, ഞാൻ ബസ്സിനാ വന്നേ. അങ്ങനെ കഥ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് അടുത്ത റൗണ്ട് ഔട്ട് വരുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഒരു റഷ് കാണിക്കുന്നത്, നീ നിർത്തുക എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ നിർത്തിയിട്ട് പുള്ളിക്കാരി പറയുന്നത് കേട്ടു. പിന്നെ അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അശാൻ തിരിച്ചു പോവാണ്. അപ്പൊ ഞങ്ങളുടെ മിഡിസ്ട്രോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. എന്റെ ഹെൽപ്പ് ചെയ്തു, കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാ കാര്യങ്ങളും. ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നാലും അപ്പം എല്ലാത്തിനും വളരെ വളരെ താങ്ക്സ്. ഇതാണ് ആൻസർ മാത്യു, എന്റെ ആശാൻ. അപ്പൊ ആശാനാണ് എല്ലാം ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുത്തത്, എല്ലാം പഠിപ്പിച്ച് വഴികളൊക്കെ വണ്ടി വരെ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മുടെ വണ്ടി ലാസ്റ്റ് മിനിറ്റ് നമുക്ക് വേണ്ടാന്ന് വെച്ചു. ഓ, നല്ലവനാണ്. അപ്പൊ നമ്മള് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് ഇത്രയ്ക്കുള്ള വിശേഷം. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ see you, bye.